വൈശാലിയുടെ കണ്ണുകൾ വന്നവരിലേക്ക് നീണ്ടതും ഒരു നിമിഷം അവൾ ഞെട്ടി. മുത്തശ്ശന്റെ അവസ്ഥയും മറച്ചായിരുന്നില്ല. അപ്പയും അമ്മയും. അവൾ വേഗം അവർക്ക് അടുത്തേക്ക് ഓടി. അപ്പ, അമ്മ, ഇതെന്തോ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? അവൾ തന്റെ ഞെട്ടൽ പ്രകടമാക്കിക്കൊണ്ട് തിരക്കി. എന്റെ മോളെ കൊണ്ടുപോകാൻ അല്ലേ സീതമ്മേ? വൈശാലിയിൽ സന്തോഷത്തിന്റെ നാളം കത്തി തുടങ്ങിയിരുന്നു. അല്ല, ഞങ്ങളെ അകത്തേക്ക് വിളിക്കുന്നില്ലേ? അവൾ സ്വയം തലയ്ക്കൊരു വെട്ടം വെച്ചു കൊടുത്തു. ശേഷം അവരെ അകത്തേക്ക് കൊണ്ടുപോയി. വന്നവരെ മനസ്സിലാക്കാൻ കഴിയാതെ മുത്തശ്ശൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ആരാ മോളെ ഇവരൊക്കെ? അവളൊന്ന് പരിങ്ങി നിന്നു. എന്നിട്ട് പറഞ്ഞു, ആദ്യേട്ടന്റെ അപ്പയും അമ്മയാണ്. അയാളിൽ അത്ഭുതം നിറഞ്ഞു. ആ കുഞ്ഞു വീടിന്റെ ഉമ്മറത്ത് അവരിരുന്നു. മോളെ, പോയവർക്ക് കുടിക്കാൻ എന്തേലും എടുക്ക്. വൈശാലി അടുക്കളയിലേക്ക് നടന്നു. എന്താണ് നടക്കുന്നത് എന്ന് ഒരു നിമിഷം അവൾക്ക് മനസ്സിലായില്ല. എങ്കിലും വേഗം ചായയുമായി അവൾ അവർക്കരികിലെത്തി. അപ്പ, അമ്മ, ചായ കുടിക്ക്. അവർക്ക് നേരെ ചായക്കപ്പ് നീട്ടിക്കൊണ്ട് വൈശാലി പറഞ്ഞു. അപ്പോ വൈശാലി, വേഗം ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ റെഡി ആയിക്കോ കേട്ടോ. ദേ, മുത്തശ്ശനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഉടനെ മുഹൂർത്തം നോക്കി നിശ്ചയം നടത്താൻ കേട്ടോ. സീത അവളെ അരുമയായി തഴുകി. ഒന്നും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു അവള്. എങ്കിലും മനസ്സ് സന്തോഷം കൊണ്ട് പെരുമ്പറ മുഴക്കുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞതും സീതയും റാമും പോകാനായി ഇറങ്ങി. വൈശാലി ഒരു പുഞ്ചിരി വിടർത്തി എല്ലാവരെയും യാത്രയാക്കി. തന്റെ കൊച്ചുമകളുടെ മാറ്റം ആ വൃദ്ധനും വളരെ സന്തോഷം നൽകി. എങ്കിലും കഴിഞ്ഞ ദിവസത്തെ കാഴ്ച അദ്ദേഹത്തെ വീർപ്പ് മുട്ടിച്ചു. അവളോടൊക്കെയും തുറന്നു ചോദിക്കാൻ വേണ്ടി അയാൾ അവളുടെ അരികിലെത്തി. വൈശാലി, എന്താ മുത്തശ്ശ? ഇന്നലെ മോളെ കൊണ്ടുവിട്ടതാരാ? അയാളും മോളും തമ്മിൽ... മുത്തശ്ശ, അത് ആദ്യേട്ടനായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. മോളോട് ഞാൻ ആദ്യമേ ഒക്കെയും ചോദിച്ചതല്ലേ? എന്നിട്ടും ഒന്നും തുറന്നു പറയാതെ... സോറി മുത്തശ്ശ, ആ നിമിഷം എനിക്ക് അങ്ങനെ പറയാനാണ് തോന്നിയത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. എനിക്ക് ആദ്യേട്ടനെ ഒത്തിരി ഇഷ്ടമാണ്, എന്നെ തിരിച്ചും. അയാളൊന്ന് ചിരിച്ചിട്ട് അകത്തേക്ക് നടന്നു. ഇതേ സമയം ആദ്യ തന്റെ റൂമിലിരുന്നു. വളരെ കുറച്ച് ദിവസങ്ങൾക്കകം വൈശാലി തന്റെ മാത്രം. ആദ്യ ഒരു ചിരിയോടെ അവളുടെ ഫോട്ടോയിലേക്ക് നോക്കി. പെട്ടെന്ന് അവൻ എന്തോ ഓർമ്മ വന്നതും അലമാരയിൽ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു എൻവലപ്പ് കയ്യിലെടുത്തു. ഇടയ്ക്കെപ്പോഴോ വൈശാലിയുടെ കടങ്ങൾ അവൻ തീർത്തിരുന്നു, അവൾ അറിയാതെ തന്നെ. ആദിയുടെ പെണ്ണായി വലതുകാൽ വെച്ച് അവന്റെ വീട്ടിലേക്ക് കയറുമ്പോൾ ഒന്നിനെക്കുറിച്ച് ഓർത്തും അവളുടെ കണ്ണുകൾ നിറയാൻ പാടില്ലെന്ന് ആദിക്ക് തോന്നി. അവൻ വേഗം തന്റെ ബുള്ളറ്റ് എടുത്ത് അവളുടെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. രാത്രി തന്റെ വീട്ടിലെ കതകിൽ ആരോ മുട്ടിയതും വൈശാലി തെല്ലൊരു സംശയത്തോടെ കതക് തുറന്നു. തനിക്ക് മുന്നിൽ സദാ പുഞ്ചിരിയോടെ നിൽക്കുന്ന ആദിയെ കണ്ടതും അവളൊന്ന് മിഴിച്ചു നോക്കി. ആദിയേട്ടാ, എന്താ രാത്രിയിൽ? അവൾ ഒരു അങ്കലാപ്പോടെ ചോദിച്ചു. അതെ, ഇനി വിളിച്ചു കൂവണ്ട. നാളെ ഇവിടെ നിന്ന് ഇറങ്ങണം. നിന്റെ സ്വന്തം വീട്ടിലേക്ക് പോകണം. മുത്തശ്ശന്റെ ആഗ്രഹം പോലെ അവസാന നിമിഷവും അവിടെ തന്നെ ആവണം. സോ എന്റെ ചുന്ദരി ഒരുങ്ങി നിന്നോ. എന്റെയും നിന്റെയും വിവാഹവും വിവാഹ നിശ്ചയവും എല്ലാം അവിടെ തന്നെ. വൈശാലിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവയെ ഒളിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അതൊരു പരാജയമാകാൻ അധിക നേരം വേണ്ടി വന്നില്ല. പതിയെ അവന്റെ മാറിലേക്ക് അവൾ സ്ഥാനം പിടിച്ചിരുന്നു. അവളെ നോക്കി കണ്ണുകൾ ചിമ്മി അവൻ പറഞ്ഞു, എന്തിനാ വെറുതെ കരയുന്നത് പെണ്ണേ? ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നീ ഈ അസുരന്റെ പാതിയായിരിക്കും. പിന്നെ നീയും ഞാനും നമ്മുടെ മാലാക കുഞ്ഞുള്ള ചെറിയ ലോകം. അവൾ അവനിൽ നിന്നും അടർന്നു മാറി. തന്റെ സന്തോഷത്തിന് ഇത്രമേൽ പ്രാധാന്യം കൊടുക്കുന്നവൻ അവൾക്ക് എന്നും അത്ഭുതം തന്നെയായിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ വൈശാലി മുത്തശ്ശനും അവരുടെ വീട്ടിലേക്കെത്തി. വൈശാലി ആദ്യം തന്നെ പോയത് ആ കുളത്തിലേക്കായിരുന്നു. തന്റെ സന്തോഷവും സങ്കടവും പങ്കുവച്ച് എക്കാലത്തെയും അവളുടെ കൂട്ടുകാരന്. പതിയെ ആ തണുത്ത വെള്ളത്തിലേക്ക് ഇറങ്ങി. തോളറ്റം വെള്ളത്തിൽ അവൾ ഇറങ്ങി. ഇതുവരെ തോന്നാത്ത എന്തോ ഒരു അനുഭൂതി അവളിൽ അലിഞ്ഞിറങ്ങുന്നത് വൈശാലി അറിഞ്ഞു. തനിക്ക് പിറകിൽ മറ്റാരുടെയോ ശ്വാസഗതികൾ ഉയർന്നു പൊങ്ങുന്നത് അവൾ തിരിച്ചറിഞ്ഞു. അവന്റെ താടി രോമങ്ങൾ അവളുടെ തോളിൽ അമർന്നതും തെല്ലൊരു നാണത്തോടെ അവൾ അവന് നേരെ തിരിഞ്ഞു. അപ്പോഴേക്കും ആദ്യം അവളെ തന്നോട് ചേർത്ത് പിടിച്ചു നിർത്തി. നേരിയ തോതിൽ അവളിൽ നിന്നും ശ്വാസത്തിന്റെ ഗതി ഉയർന്നു തുടങ്ങി. ആദ്യത്തെ കൈകൾ അവളുടെ അരയിൽ മുറുക്കി. അവളുടെ കണ്ണുകളിൽ മൃദുവായി ചുംബിച്ചു. അവന്റെ അധരങ്ങൾ പതിയെ അവളുടെ നാസികത്തുമ്പിലും ചൊടിയിലും തട്ടിത്തഴുകി. വൈശാലി ഒരു വിറയലോടെ അവനിൽ നിന്നും അകന്നു മാറാൻ നോക്കിയതും കൂടുതൽ ശക്തിയിൽ അവൻ അവളുടെ അധരങ്ങളിൽ തന്റെ ദന്തങ്ങളുടെ മുദ്ര പതിപ്പിച്ചു. വൈശാലിയുടെ കൈകൾ അവന്റെ പിരടിയിൽ നഖക്ഷതങ്ങൾ അർപ്പിച്ചു. ചോരയുടെ രുചി അറിഞ്ഞതും അവളിൽ നിന്നും ആദ്യം അകന്നു മാറി. വൈശാലിയുടെ മിഴികളിൽ അവൻ നോട്ടമെറിഞ്ഞു. അവ ചെറുതായി കലങ്ങി ചുവന്നിരിക്കുന്നു. വേദനിച്ചോടി നിനക്ക്? അവന്റെ ചോദ്യം അവളിൽ നാണത്തിന്റെ തിരുനാളം കത്തിച്ചു തുടങ്ങി. തല താഴ്ത്തി അവൾ അവന്റെ ദൃഢമായ മാറിലേക്ക് ചാഞ്ഞു. ഇല്ല,
അവനിൽ ഒന്നുകൂടെ പറ്റിച്ചേർന്നുകൊണ്ട് അവൾ പറഞ്ഞു. ആദി വൈശാലിയുടെ മൂർധാവിൽ തൻ്റെ ചുംബനം അർപ്പിച്ചു. ദിവസങ്ങൾ കൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു. ഇതിനിടയിൽ മരിയമോളെ ആദി അഡോപ്റ്റ് ചെയ്യാനുള്ള ലീഗൽ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ആക്കി. നാളെയാണ് ആദിയുടെയും വൈശാലിയുടെയും വിവാഹ നിശ്ചയം. രണ്ടാളും അതിൻ്റെ ത്രില്ലിലായിരുന്നു. വൈശാലിയുടെ വീട്ടിൽ വെച്ചായിരുന്നു നിശ്ചയം നടക്കേണ്ടത്. വീട്ടുകാർ മാത്രമുള്ള ചെറിയൊരു ചടങ്ങ്. പരദൈവങ്ങളോട് പ്രാർത്ഥിച്ചുകൊണ്ട് വൈശാലി തൻ്റെ ജീവിതത്തിലെ ഒരു മനോഹര നിമിഷത്തെ വരവേറ്റു. ആകാശനീല കളറിൽ അതിമനോഹരമായ കല്ലുകൾ വെച്ച് പിടിപ്പിച്ച സാരിയായിരുന്നു അവളുടെ വേഷം. കഴുത്തിലൊരു പാലയ്ക്കാമാല, കാതിലിത്തിരി വലിയ ജിമിക്കി കമ്മൽ, 2 കൈകളിലും നീല നിറത്തിലുള്ള കുപ്പിവളകൾ, കാലിൽ സ്വർണ്ണ പാദസരം. അവളുടെ പേടമാൻ മിഴികളിൽ അഞ്ജന എഴുതി. ഒരു കുഞ്ഞു പൊട്ടുകുത്തി. ഇതുവരെ തോന്നാത്തൊരഴക് ആ നിമിഷം അവളിൽ വന്നു മൂടി. ശരിക്കും ദേവി ചൈതന്യം നിറഞ്ഞാടി അവളിൽ. മഹിയും നിഹയും രാവിലെ തന്നെ എത്തി. സമയമായതും അവളെയും കൂട്ടി രണ്ടാളും നടന്നു. ഹാളിൽ ഒത്ത നടുവിലായി സ്ഥാനമൊരുക്കി. അപ്പോഴേക്കും ആദി പീഠത്തിൽ തന്റെ സ്ഥാനം ഉറപ്പിച്ചു. അവനിലേക്ക് അവൾ മിഴികൾ നാട്ടി. ആകാശനീല കളർ കുർത്തയും ഒരു മുണ്ടും. അവന്റെ നീളൻ മുടിയിഴകൾ നെറ്റിയിലേക്ക് വന്നു കിടക്കുന്നു. ഇന്ന് വളരെ മനോഹരമായി ആ നെറ്റിയിൽ ഒരു ചന്ദനക്കുറി സ്ഥാനം പിടിച്ചു. അവന്റെ മാന്ത്രിക ശക്തിയുള്ള കണ്ണുകളിൽ അവൾ വീണ്ടും നോക്കി. അവ തിരഞ്ഞതും ഒടുവിൽ കണ്ടെത്തിയതും അവളെയായിരുന്നു. അവന്റെ പ്രണയാർദ്രമായ കണ്ണുകൾ ഒരു നിമിഷം അവളിൽ കൂടുതൽ ശക്തിയിൽ ആഴ്ന്നിറങ്ങി. നാണത്താൽ അവൾ താഴേക്ക് നോക്കി. അധികം വൈകാതെ തന്നെ അവളിലേക്ക് ആദിയുടെ പേരിൽ എഴുതിയ മോതിരം സ്ഥാനം പിടിച്ചു. അവന്റെ വിരലിലേക്ക് അവളും അതിട്ടുകൊടുത്തു. ജാതകം പരസ്പരം വീട്ടുകാർ കൈമാറി. 2 മാസങ്ങൾക്ക് ശേഷം വിവാഹം. വളരെ മനോഹരമായ നിമിഷം. ഇറങ്ങാൻ നേരം ആദ്യം അവളെ ചേർത്ത് നിർത്തി കവളിൽ തലോടി. വാത്സല്യമായി നോക്കിക്കൊണ്ട് അവൻ ഇറങ്ങി. ആ അസുരന്റെ ഇണയാവൻ മാത്രം തനിക്ക് ഭാഗ്യമുണ്ടോ? തന്നോട് തന്നെ വൈശാലി ചോദിച്ചുകൊണ്ടിരുന്നു. പതിയെ അവളുടെ അതരം അവൻ അണിഞ്ഞ മോതിരത്തിൽ സ്ഥാനം പിടിച്ചു. ഇതിനിടയിൽ അണിയറയിൽ അവർക്കെതിരെ പടപൊരുതാൻ ശത്രുപക്ഷം അണികളെ തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു. എല്ലാം കഴിഞ്ഞ് വൈശാലി മുറിയിലേക്ക് കയറി. അപ്പോഴേക്കും ഒരു ചെറിയ സമ്മാനപ്പൊതി അവളുടെ മേശവലിപ്പിൽ സ്ഥാനം പിടിച്ചു. ചെറിയ സംശയത്തോടെ അവൾ അത് തുറന്നു നോക്കി. വർണ്ണക്കടലാസുകൾ പൊട്ടിച്ചതും അതിലൊരു ചെറിയ പേപ്പർ ഉണ്ടായിരുന്നു. അവൾ അത് വിടർത്തി വായിച്ചു. അസുരന്റെ പാതിക്ക്. അത് വായിച്ചതും അവളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ശേഷം അതിനുള്ളിലെ ചെറിയ പെട്ടി തുറന്നു. അതിലൊരു മൊബൈൽ ഫോൺ ആയിരുന്നു. അവൾ അത് എടുത്തു നോക്കിയതും അതിൻ്റെ പിറകിൽ ഒരു ചെറിയ കടലാസ് വീണ്ടും കണ്ടു. ഗാലറിയിൽ കയറി അതിലെ വീഡിയോ പ്ലേ ചെയ്യുക. അവൾ വേഗം ഫോൺ ഓണാക്കി ഗാലറി എടുത്തു നോക്കി. അതിലൊരു ആനിമേഷൻ വീഡിയോ ആയിരുന്നു. ഒരാളുടെ നേർക്ക് ഒന്നിലധികം പേര് ഓടി വരുന്നു. ഒടുവിൽ ഒരു ദയയും കൂടാതെ കൊന്നുകളയുന്നു. അവളിൽ പേടി കൂടി തുടങ്ങി. അടുത്ത നിമിഷം അതിലേക്കൊരു മെസ്സേജ് വന്നു. നിന്റെ ആദിയുടെ മരണം ഇതുപോലെയായിരിക്കും. നിനക്ക് ചാവണ്ടെങ്കിൽ അവനുമായുള്ള എല്ലാ ബന്ധവും ഇന്ന് ഈ നിമിഷം അവസാനിപ്പിക്കണം. വൈശാലിയുടെ കണ്ണുകൾ നിറഞ്ഞു. തൻ്റെ ജീവൻ എന്നതിനുപരി അവൾ ആലോചിച്ചത് ആദിക്ക് നേരെ അവർ ഉയർത്തിയ ഭീഷണിയായിരുന്നു. തുടരും.